ഇത് ഫാദർ ടോം ഉഴുന്നാലിൽ 2016 മാർച്ച് മാസം 4-ാം തീയതി വെള്ളിയാഴ്ച അദ്ദേഹത്തെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. 11 മാസമായിട്ടും അദ്ദേഹത്തിൻ്റെ മോചനത്തെക്കുറിച്ച് ആർക്കും യാതൊരു വ്യക്തതയുമില്ല. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മോചനത്തിനു വേണ്ടി ശാന്തമായി പ്രാർത്ഥിക്കുന്നു. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് തഴച്ചു വളർന്ന കത്തോലിക്ക തിരുസഭയുടെ ചരിത്രത്തിൽ ഇന്നും അനേകർ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ വീരഗാഥ എഴുതി ചേർക്കുന്നു. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പാദസ്പർശവും ചുടുരക്തവും ക്രൈസ്തവ വിശ്വാസത്തിന് വളവും ജലവുമായി തീർന്നപ്പോൾ കേരള സഭാ സമൂഹം ധാരാളം വിശുദ്ധാത്മാക്കൾക്ക് ജന്മം നൽകുന്ന പുണ്യഭൂമിയായി മാറി. തലമുറകളായി പകർന്നു കിട്ടിയ വിശ്വാസ ദീപം മങ്ങിപ്പോകാതെ അതിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ കേരള സഭയ്ക്ക് ഇന്നും സാധിക്കുന്നുവെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ജീവിച്ചു മരിച്ച പുണ്യസ്ഥലം രാമപുരം ഇടവക. ഈ ഇടവകയിലെ പുരാതന കുടുംബമായ ഉഴുന്നാലിൽ കുടുംബം ഏവർക്കും മാതൃകയും പ്രചോദനവുമായി നിലകൊള്ളുന്നു. അനേകം വൈദികരെയും സന്യസ്തരെയും തിരുസഭയ്ക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉഴുന്നാലിൽ കുടുംബത്തിലെ വർഗീസ് ത്രേസ്യക്കുട്ടി ദമ്പതികളുടെ 7 മക്കളിൽ 5-ാമത്തെ മകനായി ഫാദർ ടോം 1956 ഓഗസ്റ്റ് 18 ഭൂജാതനായി. കുടുംബത്തിൻ്റെ ആത്മീയതയുടെ നെടുന്തൂണായി നിലകൊണ്ടത് ഫ്രാൻസിസ്കൻ 3-ാം സഭാംഗമായ അമ്മ തന്നെയാണ്. വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ബലിഷ്ഠമായ അടിത്തറയിൽ പണിയപ്പെട്ട ജീവിതമായിരുന്നു ബാല്യം മുതലേ ടോമച്ചൻ്റേത്. ഭക്തസംഘടനകളിൽ, പ്രത്യേകിച്ച് മിഷൻ ലീഗ് സംഘടനയിലെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ദേവാലയത്തോടും ഭക്തസംഘടനകളോടും ചേർന്ന് നിന്ന അദ്ദേഹത്തെ ദൈവം തൻ്റെ പൗരോഹിത്യ പദവി നൽകി അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായപ്പോൾ അത് ആ കുടുംബത്തിനും ഇടവകയ്ക്കും തിരുസഭയ്ക്കും സമൂഹത്തിനും അളവറ്റ ദൈവാനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായി മാറി. മെയ് 23 പാലാ രൂപതാധ്യക്ഷനായിരുന്ന മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ടോം ഉഴുന്നാലിനെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തി. സലേഷ്യൻ സഭാ സമൂഹത്തിലെ അംഗമായി തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച അദ്ദേഹം ആദ്യത്തെ 20 വർഷക്കാലം അക്ഷരങ്ങളുടെയും കുട്ടികളുടെയും ലോകത്തായിരുന്നു. ചെറുപ്പം മുതലേ വിവിധ സാങ്കേതിക മേഖലകളിൽ വൈദഗ്ധ്യവും താൽപ്പര്യവും പുലർത്തിയിരുന്ന ടോമച്ചൻ വിവിധ ഡോൺ ബോസ്കോ ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പലായും അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. സ്വതസിദ്ധമായ സ്നേഹപ്രകൃതിയും ശാന്ത സ്വഭാവവും നന്മ ചെയ്യുന്നതിനുള്ള തീഷ്ണതയും പ്രവർത്തന രംഗങ്ങളിൽ അദ്ദേഹത്തെ തിളക്കമുള്ളവനാക്കി തീർത്തു. എനിക്ക് വിശക്കുന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു എന്ന ക്രിസ്തുവിൻ്റെ ആ സ്നേഹവചസ്സുകൾ സ്വന്തം ജീവിതത്തിൽ പുലർത്തുവാൻ യമൻ എന്ന വിശുദ്ധ ഭൂമിയിലേക്ക് ഹൃദയം നിറയെ പ്രേക്ഷിത തീഷ്ണതയും പാവങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹവും ഉള്ളിലൊതുക്കി കത്തോലിക്ക സഭയുടെയും സലേഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെയും ഉത്തമ വക്താവായി വിശ്വാസ വഴിയെ 2010 ജൂൺ മാസത്തിൽ ഫാദർ ജോർജ് മുട്ടത്തുപറമ്പിലിനോടൊപ്പം ടോമച്ചനും യാത്രയായി. യമൻ ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്ത് ശക്തമായ ക്രൈസ്തവ സാന്നിധ്യമുണ്ടായിരുന്ന ഇടം. നാളുകൾക്കിപ്പുറം ക്രൈസ്തവർ നാമാവശേഷരായി മാറി. നാടുകടത്തിയും മതം മാറ്റിയും പീഡിപ്പിക്കപ്പെട്ടും ക്രൈസ്തവരുടെ ചുടുരക്തവും കണ്ണീരും അലിഞ്ഞു ചേർന്ന മണ്ണായി മാറി യമൻ. ഇവിടേക്കാണ് സർക്കാരിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് വിശുദ്ധ മദർ തെരേസയുടെ സഹോദരിമാർ
ധീരതയോടെ കടന്നു ചെന്നത്. എന്നാൽ വൈദികർക്ക് ഇവിടെ സേവനം ചെയ്യുവാൻ അനുവാദമില്ലായിരുന്നു. വൈദികരും വിശുദ്ധ കുർബാനയുമില്ലെങ്കിൽ സേവനം ചെയ്യുവാനാവില്ല എന്ന മദർ തെരേസയുടെ ശക്തമായ നിലപാടിന് മുന്നിൽ സർക്കാരിന് സമർപ്പിതരുടെ ആഗ്രഹത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജീവനേകുവാൻ സിസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്വത്തിൽ അവരുടെ ആവശ്യത്തിന് മാത്രം വൈദികർക്ക് വിസ നൽകുവാൻ സർക്കാർ തയ്യാറായി. ഈ വിളഭൂവിലേക്ക് ആദ്യമായി എത്തിച്ചേർന്ന വൈദികൻ ടോമച്ചൻ്റെ ബന്ധു കൂടിയായ ബഹുമാനപ്പെട്ട മാത്യു ഉഴുന്നാലച്ചനാണ്. സ്തുത്യർഹമായ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി അടച്ചിട്ട ദേവാലയങ്ങൾക്ക് നവജീവൻ ലഭിച്ചു. 14 വർഷത്തെ തൻ്റെ ശുശ്രൂഷകൾക്കൊടുവിൽ ഔദ്യോഗികമായി വിരമിച്ച് നാട്ടിലെത്തിയ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായാണ് ടോം ഉഴുന്നാലച്ചൻ യമനിൽ എത്തിച്ചേരുന്നത്. യമനിൽ നിലവിലുള്ള 4 ഇടവകകളോട് ചേർന്ന് സിസ്റ്റേഴ്സ് നടത്തുന്ന 4 വൃദ്ധസദനങ്ങളിൽ ധാരാളം അശരണരും അനാഥരുമായവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സംരക്ഷിക്കപ്പെട്ടു പോന്നിരുന്നു. ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനാകുവാൻ ആഗ്രഹിച്ച് തൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ച ടോമച്ചൻ്റെ സാന്നിധ്യം ഈ മക്കൾക്ക് ആശ്വാസവും ഉണർവും പകർന്നു നൽകി. ശാന്തസ്വഭാവിയും മിതഭാഷിയുമായിരുന്ന അച്ഛൻ ദൈവിക ചൈതന്യത്താൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു. അതിൻ്റെ പ്രതിഫലനമെന്ന വണ്ണം സദാ സുസ്മേരവദനായി കാണപ്പെട്ട അദ്ദേഹത്തിൻ്റെ അടുക്കൽ അനേകർ ആശ്വാസം തേടുകയുണ്ടായിരുന്നു. തിരക്കേറിയ ജീവിതത്തിനിടയിലും തൻ്റെ പൗരോഹിത്യ വിളിയിൽ 100% വിശ്വസ്തനായിരിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ക്രിസ്തുവിനോടുണ്ടായിരുന്ന സ്നേഹം, അവിടുത്തേക്കായി ജീവിക്കുവാനുള്ള ആഗ്രഹം ഒരഭിനിവേശമായി, അണയാത്ത തീപ്പൊരിയായി ഉള്ളിൽ കൊണ്ടു നടന്ന ടോമച്ചൻ അക്ഷരാർത്ഥത്തിൽ അനേകർക്ക് രക്ഷകനായി തീരുകയായിരുന്നു. ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന ടോമച്ചൻ 2014 ചികിത്സാർത്ഥം നാട്ടിലേക്ക് തിരിച്ചു പോന്നു. 2014 വരെ സമാധാനപരമായ സാഹചര്യം നിലനിന്നിരുന്ന ഇവിടെ 2015 മാർച്ച് 26 വിമതരും സൗദിയുടെ നേതൃത്വത്തിൽ ഏകദേശം 10-ലധികം ചെറുരാജ്യങ്ങളും ചേർന്ന സഖ്യസേനയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. പല വൈദികരും സന്യസ്തരും യുദ്ധത്തെ തുടർന്ന് സ്വദേശത്തേക്ക് യാത്രയായപ്പോൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ, ആടുകളുടെ നല്ല ഇടയൻ ടോം ഉഴുന്നാലച്ചൻ യമനിലേക്ക് വീണ്ടും പുറപ്പെട്ടു. ചെന്നായ വരുമ്പോൾ ഓടിപ്പോകാത്ത നല്ല ഇടയനെ പോലെ സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും ടോമച്ചൻ ക്രിസ്തുവിൻ്റെ പാവപ്പെട്ട മക്കളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. ഓരോ ദിവസവും യുദ്ധത്തിൻ്റെ ഭീകരത കൂടിക്കൊണ്ടേയിരുന്നു. പരിപൂർണമായ അരക്ഷിതാവസ്ഥയിലേക്ക് യമൻ നീങ്ങി. ടോമച്ചൻ താമസിച്ചിരുന്ന പള്ളി ഉൾപ്പെടെ 3 പള്ളികളും തകർക്കപ്പെട്ടു. ഈ അവസരത്തിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന അനാഥാലയത്തിലേക്ക് അച്ഛൻ താമസം മാറ്റി. യുദ്ധത്തിൻ്റെ ഭീകരത എങ്ങും അലയടിച്ചു. 2016 മാർച്ച് 4 വെള്ളിയാഴ്ച ഭീകരരുടെ താണ്ഡവ നൃത്തം തുടരുമ്പോഴും ഏദനിലെ കോൺവെന്റിൻ്റെ ചാപ്പലിൽ ഒരിക്കൽ കൂടി ക്രിസ്തു ദിവ്യകാരുണ്യമായി മാറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാ നിമഗ്നനായി പ്രിയപ്പെട്ട ടോമച്ചൻ ഇരിക്കുകയാണ്. തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നിട്ടും നാട്ടിൽ പോകാൻ അവസരം ലഭിച്ചിട്ടും തൻ്റെ പ്രിയപ്പെട്ട അജഗണത്തെ ഉപേക്ഷിക്കുവാൻ മനസ്സുവരാത്ത നല്ല ഇടയൻ.
സമയം രാവിലെ 8 മണി. അനാഥർക്ക് അമ്മയായിത്തീരുന്ന സിസ്റ്റേഴ്സ് താമസിച്ചിരുന്ന കോൺവെന്റിലേക്ക് ഭീകരർ പ്രവേശിച്ചു. അവരെ തടഞ്ഞ കാവൽക്കാരെയും ഡ്രൈവറെയും ഭീകരർ നിർദ്ധയം വെടിവെച്ചു കൊന്നു. തുടർന്ന് 3 സിസ്റ്റേഴ്സിനെ പിടിച്ച് പുറത്തെ മരത്തിൽ കെട്ടിയിട്ട് ശിരസിൽ നിറയൊഴിച്ചു. സ്വന്തം ജീവൻ ബലിയായി നൽകി അവർ എന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പുറത്തെ നിലവിളിയും വെടിയൊച്ചയും കേട്ട ടോമച്ചൻ ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടാതിരിക്കുവാൻ ടോമച്ചൻ തിരുവോസ്തി എടുത്ത് ഭക്ഷിച്ചു. അപ്പോഴേക്കും ഭീകരർ ചാപ്പലിൽ പ്രവേശിച്ച് അച്ഛനെ ബലം പിടിച്ച് അവരുടെ കാറിലേക്ക് വലിച്ചിഴച്ചു. പ്രിയ ടോമച്ച, അങ്ങ് ഏതനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അങ്ങ് സഹനത്തിൻ്റെ ചൂളയിലാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ കണ്ണീരു കലർന്ന പ്രാർത്ഥന അങ്ങയോടൊപ്പം ഇന്നും എന്നും ഉണ്ടായിരിക്കും. എന്നെ പ്രതി സർവ്വതും ഉപേക്ഷിക്കുന്നവന് എല്ലാം 100 മടങ്ങായി തിരിച്ചു കിട്ടും എന്ന ഈശോയുടെ തിരുമൊഴികൾ ഇവിടെ അന്വർത്ഥമാവുകയാണ്. ടോമച്ചൻ ഇന്ന് ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള കത്തോലിക്കരുടെ മാത്രമല്ല, ഏവരുടെയും ഹൃദയത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. അച്ഛൻ അനേകർക്ക് പിതാവായി, സഹോദരനായി, സുഹൃത്തായി, ആത്മീയ മാതൃകയായി ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. അനേകരുടെ നെടുവീർപ്പുകൾ പ്രാർത്ഥനയായി ഈ ധീരസാക്ഷിയെ സദാ പിന്തുടരും. ഭീകരർ ബന്ധിച്ച ഇദ്ദേഹത്തെ ജനസഹസ്രങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓരോ ഹൃദയവും ടോമച്ചനുള്ള പ്രാർത്ഥനയായി സ്പന്ദിക്കും. അവൻ ഒരു വിശുദ്ധനാണ്, ഒരിക്കലും മരണത്തെ ഭയപ്പെടാത്തവൻ. യമനിലെ പാവപ്പെട്ട മക്കൾക്കു വേണ്ടി ജീവിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയെ കാണുന്നുവെന്ന് പറഞ്ഞവൻ ഒരു സതീർത്ഥ്യൻ്റെ നേർസാക്ഷ്യമാണിത്. അനേകായിരം കണ്ണുകൾ ഒരുമിച്ച് പ്രഘോഷിക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്ന അങ്ങയിൽ ഞങ്ങൾക്കായി പീഡിപ്പിക്കപ്പെട്ട ദിവ്യകാരുണ്യനാഥനെ കാണുന്നു. അങ്ങേക്ക് മരണമില്ല. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, ഓർമ്മകളിൽ അങ്ങെപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങ് തനിച്ചല്ലോ, ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അങ്ങയോട് ചേർന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് അങ്ങയെ വേർപെടുത്തും? ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായവരെ, ഇന്നും പീഡനമേൽക്കുന്നവരെ, പ്രിയപ്പെട്ട ടോമച്ച, ഞങ്ങളുടെ ഹൃദയപൂർവകമായ പ്രാർത്ഥനകൾ. മുടിയണിഞ്ഞുകൊണ്ടീശു എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോ, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം.